നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ പേര് കമൻറ്റ് വഴി ചോദിച്ചതിൻ്റെ അതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ ഒരു 8 മണിയായിട്ടുള്ളൂ. അപ്പോൾ കുളിക്കണതിന് മുന്നോടിയായിട്ട് ഓയിൽ മസാജ് ചെയ്യണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ചെയ്യണത് നിങ്ങൾ. ഞാൻ ഒരു 2-3 വീഡിയോ കിട്ടേണ്ടത് തോന്നുന്നു ഓയിൽ മസാജിൻ്റെ. എന്നാലും പലരും ചോദിക്കാറുണ്ട് രാവിലെയാണോ ചെയ്യണത്, രാത്രിയിലാണോ ചെയ്യണത്. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. രാവിലെ ആണെച്ചാൽ നിങ്ങൾക്ക് സമയം കിട്ടണമെന്ന് വെച്ചാൽ രാവിലെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി കിടക്കണതിന് മുന്നോടിയായിട്ട് നമ്മളൊരു ഓയിൽ മസാജ് ചെയ്യുക. ഓയിൽ മസാജ് ചെയ്യണത് നമ്മുടെ സ്കിന്നൊന്ന് നമ്മൾ പ്രായമാവും തോറും ഒന്ന് ലൂസായി വരും. അതിനെ ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ചുളിവുകൾ വീഴുന്നതും ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം എന്ന് പറയാൻ പറ്റില്ല. അതിൽ നിന്നൊക്കെ നമുക്കൊരു പെട്ടെന്ന് വരണ ആ ഒരു റിങ്കിൾസ് ആണെച്ചാലും സ്കിന്നൊന്ന് തൂങ്ങണതാണെച്ചാലും എല്ലാം ഒന്ന് സ്കിന്നൊന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രായത്തിനെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് കെട്ടി നിർത്താൻ പറ്റുമെന്നല്ല, എന്നാലും നമുക്കൊരു പരിധി വരെ നമ്മുടെ സ്കിന്നിൽ വരണ ഇതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. സ്കിന്ന് നല്ലപോലെ തൂങ്ങണത് നമുക്ക് പ്രത്യേകിച്ച് അറിയും പ്രായമാവും തോറും. ഒരു 10-30-35 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ ഒരു ഓയിൽ മസാജ് ഒന്ന് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റ് ആക്കണത് ഏറ്റവും നല്ലതാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യണ ഓയിൽ മസാജ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. അത് നമ്മുടെ സ്കിന്നിനൊന്ന് വെളുക്കാൻ കൂടി സഹായിക്കണം. നല്ലൊരു ഓയിലാണ് ഞാൻ അന്ന് ഉണ്ടാക്കി കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ എന്താ പറയാനുള്ളതെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് ഈ ഇത് സ്റ്റാർട്ട് ചെയ്തുല്ലോ, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ച കാര്യമാണ്, നിങ്ങൾ ഭയങ്കര വെളുത്തിട്ടൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് മുഴുവൻ പിഗ്മെൻറ്റേഷനും നിങ്ങളുടെ മുഖത്ത് മുഴുവൻ മുഖക്കുരു വന്ന പാടുകളുമാണല്ലോ, എന്നിട്ടാണോ നിങ്ങളിത് യൂട്യൂബ് ചാനലിൽ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചു. അന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. പിന്നെ അതങ്ങനെ ശീലമായി. കാരണം നെഗറ്റീവ് കമൻറ്റുകൾ ഇഷ്ടംപോലെ വരാൻ തുടങ്ങി. പക്ഷേ നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പോൾ നമുക്കുള്ളൊരു ഗുണം എന്താ അറിയോ, അപ്പോൾ നമുക്കൊരു വാശിയാവും. നമ്മുടെ സ്കിന്നൊന്ന് ശരിയാക്കി കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശി വരും നമുക്ക്. അത് ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് ഉപകാരമാവുകയാണ് ചെയ്തത്. കാരണം അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു വാശിയാണ് ഞാൻ സ്കിന്നിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും. ഈ ഓയിൽ മസാജ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്തൊരു സമയമായിരുന്നു. അതുമാതിരി തന്നെ ഡെയിലി പാക്ക് ഇടാവോ, സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ. സൺസ്ക്രീൻ പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് നമ്മൾ ഓരോന്ന് നോക്കാൻ തുടങ്ങി. യൂട്യൂബ് വഴിയാണെന്ന് വെച്ചാലും നമ്മൾ ഗൂഗിൾ കയറിയൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കി നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കൂടുതൽ അറിയാനുള്ള ആ ഒരു ഇത് തോന്നും നമുക്ക്. സ്കിന്ന് ശരിയാക്കണം ഡോക്ടറടുത്ത് പോവാതെ തന്നെ. കാരണം ഹോം മെയ്ഡ് റെമഡിയിലൂടെ, കാരണം ഡോക്ടറടുത്ത് പോയവരുടെയൊക്കെ അനുഭവം ഞാൻ എൻ്റെ അടുത്ത് തന്നെ കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കണ്ണി കണ്ട ട്യൂബുകളൊക്കെ വാങ്ങിത്തേക്ക്. അവർ ഡോക്ടറടുത്ത് പോയിട്ടല്ല കേട്ടോ, സോറി, ഡോക്ടർമാരല്ല പറയുന്നത്, ഡോക്ടറടുത്ത് പോയിട്ടല്ല. അവർ അല്ലാതെ തന്നെ ഓരോരുത്തർ പറഞ്ഞ ട്യൂബുകളൊക്കെ വാങ്ങി തേച്ച് വൈറ്റിംഗ് ക്രീമുകൾ വാങ്ങി തേച്ചിട്ടൊക്കെ അവരുടെയൊക്കെ മുഖം കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും തേക്കാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല, പേടിയായിരുന്നു. കാരണം ഇപ്പോഴത്തെ മുഖത്തേക്കാളും കൂടുതൽ ബോറായാലോ എന്നുള്ളൊരു പ്രശ്നം, ആ ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ പഴയ മുഖത്തിൻ്റെ ഒരു ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കൊടുത്തേക്കാം. കാരണം എന്താ അറിയോ, അങ്ങനെ ആയിരുന്നു എൻ്റെ മുഖം. അതുകൊണ്ടൊക്കെ അവരിങ്ങനെ ചോദിച്ചത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ മുഖത്തിനെ ഇത്രയും മാറ്റിയെടുത്തു. അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു ഹെയർ കെയർ തുടങ്ങിയിട്ടുണ്ട്. ഹെയർ കെയർ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ കമൻറ്റുകൾ വരുന്നത് ഹെയർ കെയർ തുടങ്ങാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് മുടിയുണ്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുടിയുള്ളൊരു ഹെയർ കെയർ തുടങ്ങിയിട്ട് എന്താ, അവർക്ക് പാരമ്പര്യമായിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവർ അതിനനുസരിച്ച് നോക്കണതായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ കുറ്റം പറയല്ല, അവരെന്നെ തുടങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. മുടി ഇല്ലാത്ത ഒരാൾ ഇങ്ങനെ എൻ്റെ മണ്ട തെളിഞ്ഞ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മണ്ട തെളിഞ്ഞ് നല്ലോണം മുടിയുള്ള ആൾ തന്നെയാണ്. പക്ഷേ മുടി ശ്രദ്ധിക്കാതെയും ക്ലോറിൻ കലർന്ന വെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ടും എൻ്റെ മുടി നല്ലപോലെ കൊഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മണ്ട തെളിഞ്ഞ് കാണാൻ തുടങ്ങി, അറ്റം പൊട്ടി പിളർന്നു പോയിട്ടും ഒക്കെ മുടി കയറി ഷോൾഡറിൻ്റെ അത്ര വെച്ചിട്ടാണ് ഞാൻ വെട്ടിയത് മുടി. കാരണം അങ്ങനെ എവിടെ പോകുമ്പോൾ മുടി കെട്ടാൻ പറ്റാത്തൊരവസ്ഥയായപ്പോൾ ഞാൻ ഇത്രയ്ക്ക് വെച്ച് മുടി വെട്ടി. എൻ്റെ അതിപ്പോൾ നീളം വെച്ച് വന്നതാണ്. അത് വെട്ടിയിട്ടിപ്പോൾ ഒരു 7-8 മാസമായി ഉണ്ടാവും അങ്ങനെ വെട്ടിയിട്ട്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലപോലെ മുടി ഇറങ്ങി വന്നു. അതുപോലെ തന്നെ മണ്ട നല്ലപോലെ തെളിഞ്ഞ് കാണുക പറഞ്ഞാൽ അങ്ങനെ ഒരു തിളക്കായിരുന്നു മണ്ടയ്ക്ക്. അങ്ങനെ കുട്ടികളൊക്കെ പറയുന്നുണ്ട്, അയ്യോ എന്താ അങ്ങനെ മുടി ഇല്ലാതെയായി, എന്താ ചെയ്യാന്ന്. അങ്ങനെ മുടി തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരൊക്കെയും ചോദിക്കാൻ തുടങ്ങി, എന്താ എൻ്റെ മുടി ഇങ്ങനെയെന്ന്. അങ്ങനെയുള്ള മുടീനെ ഇപ്പം ഞാൻ മാറ്റിയെടുത്തതാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ചോദിക്കണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് മുടിയുള്ളതെന്ന്. ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല എനിക്ക്. കാരണം മുടിയുള്ള ഒരാൾ, എനിക്ക് നല്ലോണം മുടി പറഞ്ഞാൽ നല്ലോണം മുടിയുള്ള ഒരാൾ എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 19 വർഷമായി. ആ 19 വർഷം കൊണ്ട്
ഒരു മൊട്ടച്ചി ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ മുടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ വിചാരിക്കണില്ലല്ലോ മുടി ഇത്രയൊക്കെ പോവും, നമ്മുടെ മുടി എന്താ പറയുക, ഇത്രയും മുടിയുള്ള ഒരാൾ ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കണേ ഇല്ലേ? ആരെയും ഞാൻ കണ്ടിട്ടില്ലേ ഇങ്ങനെ. ആദ്യമായിട്ട് ഞാൻ എൻ്റെ തന്നെ കാണണത്. അപ്പം നമ്മൾ ആരും പ്രതീക്ഷിക്കില്ലേ, മുടി ശ്രദ്ധിച്ചതേ ഇല്ലേ. കല്യാണത്തിന് മുമ്പ് താളി തേക്കായിരുന്നു, എന്താ പറയുക, അമ്മ കാച്ചി തന്ന എണ്ണയാണ് തേച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉലുവ അരച്ച് തേക്കുക. കണ്ണി കണ്ടതും നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് മുടി നല്ലടം വേണം, നല്ല സൗന്ദര്യം വേണം, മുടി എന്താ പറയുക മൊട്ടറ്റം വേണം എന്നുള്ള ഒരു ചിന്തയാണല്ലോ. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പോൾ നമ്മൾ ഇവരുടെ പിന്നാലെയായി. അപ്പം എന്താ, എന്നെ ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. അത് സ്കിന്നായാലും ശരി, ഹെയർ ആയാലും ശരി, രണ്ടും ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ ആയതും അതുപോലെ തന്നെ എൻ്റെ മുടി ഇങ്ങനെ പോയി ഞാൻ ഒരു മൊട്ടച്ചിയായതും. അതിൽ നിന്ന് ഞാനിപ്പോൾ ഹെയർ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങി. മുഖം ശ്രദ്ധിച്ചപ്പോൾ മുഖത്തും അതിൻ്റേതായ ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ഹെയർ ആണെച്ചാലും നമ്മുടെ സ്കിന്നാണെച്ചാലും ഇങ്ങനെ കേട് വന്നു പോണത്. മുഖത്ത് നിറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ വന്നു, വായ ചുറ്റും പിഗ്മെൻറ്റേഷൻ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വേറൊരു കളറായി മാറിയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്കൊരു മാറ്റം സ്കിന്ന് ശ്രദ്ധിച്ചപ്പോൾ കിട്ടിയില്ലേ. അതുപോലെ ഞാനിപ്പോൾ ആ ഒരു വാശിയോട് കൂടിയാണ് ഹെയർ ഇപ്പോൾ ഞാൻ നോക്കണത്. എത്രത്തോളം എനിക്ക് റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ റിസൾട്ട് കിട്ടണം എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ ഞാൻ നടക്കണത്. പിന്നെ ഈ ഹെയറിൽ എന്താ പറയുക, മുടി ഒട്ടും മുളച്ച് വരാതെ ഞാൻ പേടിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹെയർ ടോണർ യൂസ് ചെയ്യാൻ തുടങ്ങി, മുടി കൊഴിച്ചിൽ നിന്നു. താരൻ എനിക്ക് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ തണുപ്പ് കാലമാകുമ്പോൾ താരൻ വരാറുണ്ട്, അല്ലാത്തപ്പോൾ എനിക്ക് അങ്ങനെ താരനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുടി ശ്രദ്ധിക്കാൻ തുടങ്ങിയല്ലോ, അപ്പോൾ തണുപ്പ് കാലത്തും താരൻ ഇല്ലാതെയായി എനിക്ക്. അതുപോലെ പാക്കുകൾ ആഴ്ചയിൽ ഒരു 3 വട്ടെങ്കിലും നമ്മൾ തേക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓരോ ദിവസം ഇടവിട്ടിട്ട് തേക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഹെയർ ടോണർ ഞാൻ കാണിച്ചത് ഡെയിലി ചെയ്യുക. അത് ചെയ്യുമ്പോഴും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ മുടിയിൽ ഞാൻ ആ ഒരു മുട്ട പോലെ ആയി ആ ഒരു മുടി ഉണ്ടായിരുന്നതിന് ചെറിയ ഹെയറുകൾ, കുഞ്ഞു ഹെയറുകൾ, ഭയങ്കരമായിട്ട് തിക്ക് പോലെ കാട് പോലെയൊന്നും ഇല്ലെങ്കിലും അവിടെയൊക്കെ മുളച്ച് വരാൻ തുടങ്ങി. അതെനിക്കൊരു വലിയൊരു സന്തോഷമാണ്. അപ്പം നിങ്ങൾ ചോദിക്കണ്ടല്ലോ മുടിയില്ലാത്ത ആളെന്താ ഈ ഹെയർ കെയർ തുടങ്ങി, മുടിയില്ലാത്ത ആളെന്താ ഈ ഹെയർ കെയർ. മുടിയില്ലാത്ത ആൾ ഹെയർ കെയർ തുടങ്ങുമ്പോഴല്ലേ മുടി ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് ആ ഒരു കാണിച്ചു തരുമ്പോഴല്ലേ കാണുന്നവർക്കും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ആ മുടി ഒട്ടും ഇല്ലാത്ത ആൾ ഇതൊക്കെ ചെയ്തപ്പോൾ മുടി നല്ലപോലെ ആയി എന്നുള്ളത് അതല്ലേ ആവശ്യം. അപ്പോൾ കമൻറ്റിലൂടെ നമുക്ക് ഇതൊക്കെ ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. വീഡിയോ നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചെയ്യുന്നത് എന്താ ഏതാന്നുള്ളതൊക്കെ. സ്കിന്നിനെ ഞാൻ മാറ്റിയെടുത്ത പോലെ നിങ്ങളുടെ സ്കിന്നിന് എത്ര പ്രോബ്ലം ഉള്ള സ്കിന്നാണെന്ന് വെച്ചാലും ഒരു ട്യൂബോ ഒരു വൈറ്റനിങ് ക്രീമോ ഒരു വൈറ്റനിങ് പാക്കോ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ഓയിൽ മസാജ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഇടവിട്ടിട്ടെങ്കിലും നിങ്ങൾ ഓയിൽ മസാജ് ചെയ്യുക. അതിന് വേണ്ടിയുള്ള ഓയിൽ എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് ഓയിൽ ഞാൻ ഉണ്ടാക്കണതിൻ്റെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ ക്യാരറ്റ് ഓയിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് പിഗ്മെൻറ്റേഷനും കൂടി മാറുകയാണ്. പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ നമ്മുടെ എന്താ ഇരട്ടി മധുരത്തിൻ്റെ കമ്പിട്ടിട്ട് നല്ലപോലെ ഇതാക്കിയത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും എടുക്കണ്ട. ഞാനിപ്പോൾ ഇതാ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരു 4-5 ഡ്രോപ്സ് എടുത്തു. കയ്യിൽ ഒരു മസാജ് കൊടുക്കുക. മസാജ് എന്ന് വെച്ചാൽ കൈ ഒന്ന് ചൂടാക്കുകയാണ് എണ്ണ തേച്ചിട്ട്. അതിന് ശേഷം ഞാനിപ്പോൾ കുറച്ചായിട്ട് ഓയിൽ മസാജ് ചെയ്യാറില്ല. നമ്മൾ ചെയ്യാതാവുമ്പോഴും അതിൻ്റെ ആ ഒരു ഇത് കാണുന്നുണ്ട് കേട്ടോ. ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് അറിയാം. ചെയ്യാതാവുമ്പോൾ എന്താ ആ സ്കിന്നൊന്ന് പിന്നെയും ഒന്ന് ഇതാവണത് കാണും. കാരണം ഞാനിപ്പോൾ ചെയ്തിട്ട് 1 മാസത്തോളമായി. സത്യം പറഞ്ഞാൽ വയ്യായിരുന്നു എനിക്ക്. ഇപ്പോഴും അസുഖം ശരിക്കും മാറിയിട്ടൊന്നുമില്ല. എന്താണെന്നുള്ളത് അറിയില്ല. എനിക്ക് ഭയങ്കര ക്ഷീണം, വയ്യ തോന്നുന്നു, കിടക്കണം തോന്നുന്നു, ഒന്നും ചെയ്യാൻ തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ മസാജ് ചെയ്യാറേ ഇല്ല. നമുക്ക് ഇത് കുറച്ച് ഞാൻ ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പം നിങ്ങൾക്കിത് മൊത്തം ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു എന്ന് പറഞ്ഞാൽ വീഡിയോ വലുതാവും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് നിങ്ങളോട്, നിങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ ആഴ്ചയിൽ 3 വട്ടെങ്കിലും ഓയിൽ മസാജ് ചെയ്യുക. അതിന് ശേഷം നല്ലൊരു പാക്കും കൂടി ഇടുക. അപ്പോൾ നമുക്ക് എന്താ പാക്ക് ഓയിൽ മസാജും ആയി പാക്കും ആയി അല്ലേ. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ മേപ്പിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മേപ്പിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറയണത്. സത്യം പറഞ്ഞാൽ ഡെയിലി ഓയിൽ മസാജ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ സ്കിൻ നല്ല ടൈറ്റായിട്ടിരിക്കും. ഒരിടയ്ക്ക് ഞാൻ ഡെയിലി ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു, എൻ്റെ സ്കിൻ നല്ല ടൈറ്റും ആയതായിരുന്നു. ഇപ്പോൾ ഒന്ന് തൂങ്ങിക്കൊണ്ടായിട്ടുണ്ട് കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഭക്ഷണം നമ്മുടെ വയറ് നിറയാൻ കൊടുക്കുമ്പോൾ അതിന് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കൊടുക്കണം. എന്നാലും നമ്മുടെ സ്കിന്നിന് അതിൻ്റെ റിസൾട്ട് തരുള്ളൂ. അതുപോലെ തന്നെ
എന്താ സ്കിന്നിൽ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, സൺസ്ക്രീൻ ഉപയോഗിക്കണം. അതുമാതിരി തന്നെ പഞ്ചസാര, മധുരപാനീയങ്ങൾ, മധുരമെല്ലാം വേണ്ടാന്ന് വെക്കണത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് പറ്റണ പോലെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടണതൊക്കെ കഴിക്കുക. ഒന്നുമില്ലെങ്കിൽ ഒരു 3-4 നമ്മുടെ ബദാം ദിവസവും കഴിക്കണത് ഏറ്റവും നല്ലതാണ്. രാവിലെ എണീച്ചിട്ട് ഞങ്ങൾ തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം കഴിക്കുക, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അലച്ച് ഞാനൊരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് നമ്മൾ മിക്സിയിലടിച്ച് അതിന് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് പറ്റണവർക്ക് അത് ചെയ്യുക. അതൊക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. നമുക്ക് ഇരട്ടത്താടി വരിക എന്നൊക്കെ പറയില്ലേ, ഇവിടെ ഇങ്ങനെ തൂങ്ങി ഒരു മാതിരി ആവില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ വലിച്ച് നല്ലപോലെ ഒരു ക്ലിപ്പ് രൂപത്തിലാണ് നമ്മുടെ ഈ കൈ പിടിക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ വലിച്ചിങ്ങനെ കൊടുക്കുക. എത്രയോ വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ചെയ്യണ മാതിരിയാണ് ഇതിപ്പോൾ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് പറ്റണ പോലെ നിങ്ങൾ സ്കിന്നൊന്ന് വലിച്ച് മേപ്പെട്ടാക്കിയിട്ട് ഒരു മസാജ് കൊടുത്ത് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. രാവിലെ എണീച്ചത് നമ്മളിത് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ സ്കിന്നിൽ ഇതിങ്ങനെ ഇരുന്ന് അതിന് ശേഷം നമ്മൾ നല്ലൊരു പാക്ക് ഇട്ട് കുളിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ രാവിലത്തെ നമ്മുടെ സ്കിൻ കെയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇത്. അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുഖത്ത് നല്ലൊരു മോയ്സ്ചറൈസർ തേക്കുക, നല്ലൊരു സൺസ്ക്രീൻ തേക്കുക. ഇത് നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷനും പാടുകളും ഒക്കെ നല്ലപോലെ മാറാനും സഹായിക്കും, നല്ലപോലെ കളർ വരാനും സഹായിക്കും. ഞാനിപ്പോൾ ഈ തേക്കണ ഓയിൽ മസാജിൻ്റെ ഓയിൽ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഞാൻ വേണിച്ച ലിങ്ക് ഇതിൽ കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തേച്ച് നോക്ക്. ഇനി എന്ത് തേച്ചാലും മുഖത്ത് കുരു വരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് നിങ്ങൾ ഒരു 2 ഡ്രോപ്സ് എടുത്താൽ മതി. 2 ഡ്രോപ്സ് എടുത്തിട്ട് മുഖം നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്ക്. ചെയ്തിട്ട് എന്ത് ചെയ്യണം അറിയോ, ഒരു പാക്കും കൂടി ഇടുക. പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഐസ് ഉണ്ടല്ലോ, ഐസ് നിങ്ങൾ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് മുഖത്ത് ഒന്നിങ്ങനെ നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക. എല്ലാവരുടെയും ഒന്ന് ആ ഒരു ഇതൊന്ന് ആയി കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പോയി കുളിച്ച് നിങ്ങൾ ഒരു മോയ്സ്ചറൈസറും നല്ലൊരു സൺസ്ക്രീനും ഉപയോഗിക്കുക. ഞാനിവിടെ ആദ്യമൊക്കെ ഞാൻ പറയണത് വാവിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാമാർത്തിൻ്റെ, ഇപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഏതോ 1-2 കൂടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പേര് മറന്നു. അപ്പോൾ ഏതാ നല്ലത് ചോദിച്ചു പറഞ്ഞാൽ ഓരോ സ്കിന്നിനും ഓരോന്നിൻ്റെ ഏതാണെന്നായിട്ടാണ് എനിക്ക് റിസൾട്ട് തോന്നിയിരിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, വാവിൻ്റെ തേക്കുമ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ പുട്ടിയിട്ട് മാതിരിയുള്ളൊരു വൈറ്റ് ഇത് തോന്നും. കുറച്ച് നേരം നമ്മളത് തുടച്ച് കളയുമ്പോഴാണ് അത് മാറിപ്പോണത്. അപ്പോൾ അത് ഞാൻ ആ ഒരു ഡപ്പയാണ് തേച്ചത്. പിന്നെ മാമാർത്തിൻ്റെയാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു ഞാനിങ്ങനെ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ചേർന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞത് കേട്ടോ. ഓയിൽ മസാജിൻ്റെ എനിക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് വീഡിയോ അങ്ങനെ കാണിച്ചു തരാനൊന്നും പറ്റിയില്ല. കാരണം ഇത് ഭയങ്കരമായിട്ട് നീണ്ടുപോകും. ഞാൻ അത്രയും ടൈം ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. ഞാൻ ഓയിൽ മസാജിൻ്റെ മാത്രമായിട്ട്, ഇപ്പോൾ നമ്മൾ കുറച്ച് സംസാരിച്ചാൽ ടൈം പോയി. ഓയിൽ മസാജിൻ്റെ മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാം കേട്ടോ. ഇപ്പോൾ ദാ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഇതും തമ്മിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നല്ല വ്യത്യാസം വന്നു മുഖത്തിന്. നമ്മൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് പെട്ടെന്നാണ് അറിയണത് കേട്ടോ. മുഖത്തിൻ്റെ ആ കളറിനൊരു മാറ്റം വന്നു. അതുമാതിരി തന്നെ സ്കിന്നൊന്ന് ടൈറ്റായി. വലിച്ച് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ ഓയിൽ മസാജ് കൊടുത്തു.
ഞാൻ കുറച്ച് കൂടുതൽ നേരം ഇരുന്നിട്ടാണ് ചെയ്തത്. വീഡിയോയിൽ ഞാൻ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. ആ ഒരു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് സംസാരിക്കുമ്പോഴുള്ള സ്കിന്നും ഇപ്പോഴത്തെ സ്കിന്നും തമ്മിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല വ്യത്യാസമായി. സ്കിന്നിൻ്റെ ഇവിടെ ഇങ്ങനെ നമുക്ക് ആ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വര ഇപ്പം നല്ല പോലെ കുറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളിത് ഡെയിലി ചെയ്യണമെന്ന് വെച്ചാൽ എന്തൊരു വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ മടിയൊന്നും പിടിച്ചിരിക്കേണ്ട എന്നെ പോലെ. എനിക്ക് എന്താണെന്നറിയില്ല, കുറച്ചായിട്ട് ഇപ്പോൾ ഒരു മടിയാണ്, വയ്യ ക്ഷീണം പോലെയൊക്കെ തോന്നുക കാരണം ഞാൻ ഡെയിലി ചെയ്യാത്തത്. ഡെയിലി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈറ്റ് ആവുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നാണെച്ചാലും നമ്മുടെ ഹെയർ ആണെച്ചാലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ്. പിന്നെ ഹെയറിൻ്റെ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നവർക്ക് ഞാൻ ഡൗട്ട് പറഞ്ഞു തന്നു. ഹെയർ കെയർ തുടങ്ങണമെന്ന് വെച്ചാൽ മുടിയുള്ളവർക്ക് മാത്രമല്ല, മുടി ഇല്ലാത്തവർ സ്റ്റാർട്ട് ചെയ്ത് മുടി വളർത്തി കാണിച്ചു തരിക എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടല്ലോ. അതാണ് ഞാൻ നോക്കണത്. ദൈവത്തിൻ്റെയും കൂടി അനുഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ എനിക്കത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ. നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണമെച്ചാലും നിങ്ങൾക്ക് ഇതിൻ്റെ ചോട്ടിലിടാം. എനിക്ക് ചിലപ്പോൾ കമൻറ്റ് ചോട്ടിൽ നമുക്ക് കുറേ നീളത്തിൽ എഴുതി തരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോയിലൂടെ ഞാൻ അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് തരണതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.